ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് മുണ്ടായി പഞ്ചായത്താണ്. നമുക്ക് ഒറ്റപ്പാലം പിന്നെ മായനൂർ പാലത്തിൽ നിന്നും ഒരു 7 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഏക്കറോളം സ്ഥലം വരുന്നുണ്ട്. ആധാരത്തിൽ 86 സെന്റ് സ്ഥലമാണ് വരുന്നത്. അടിപൊളി ഒരു പിന്നെ കവുങ്ങുംതോട്ടമാണ്. നമുക്കിതിലൊരു പിന്നെ 10-600ഓളം കവുങ്ങുണ്ട്. അതേമാതിരി നമുക്കൊരു ഇതിൽ 60ഓളം തെങ്ങ് വരുന്നുണ്ട്. നല്ല കായ്ക്കുന്ന തെങ്ങുകൾ നമ്മൾ വീഡിയോയിൽ ഫുള്ള് കാണാൻ വിഷ്വൽസ്. പിന്നെ നമുക്കിവിടെ തേങ്ങയൊക്കെ പൊളിച്ചിരിക്കുന്നത് കാണാം. അതേമാതിരി ചുറ്റുവട്ടം നമുക്ക് കുരുമുളക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഇത് മറ്റേ റംബൂട്ടാൻ, കൊയ്യാപ്പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൈ നമുക്ക് വേറെ വെച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഭാഗത്ത് പിന്നെ പുഴ പോകുന്നുണ്ട്, ഈ ഭാഗത്ത് നമുക്ക് കനാൽ പോകുന്നുണ്ട്. അപ്പോൾ ഹൈലൈറ്റായിട്ട് പറയാനുള്ള വെള്ളത്തിന് യഥേഷ്ടം ഇതാണ്. പിന്നെ നമുക്കിവിടെ നനയ്ക്കണമെങ്കിൽ ഒരു ദിവസം നമുക്ക് കെട്ടി നിർത്തി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം അവിടെ നിർത്തിയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് വിടാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് അതിൽ കൂടെ വേണമെങ്കിൽ കുരുമുളകുകൾ നട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ മാവുണ്ട്, അത്യാവശ്യം മാവ് കാര്യങ്ങൾ ചില്ലറ പിന്നെ ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ നട്ടുണ്ട്. അപ്പം നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് 8 കിലോമീറ്റർ മാറി കൊണ്ടാഴി പാറമേൽപ്പടിയിൽ നിന്നും ഒരു 500 മീറ്റർ മാറിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഗായത്രി പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. നല്ല രസത്തിലാണ് ഗായത്രി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് ഇപ്പോൾ അവിടെ നിന്നുള്ള വിഷ്വൽസ് വേണമെങ്കിൽ നമ്മൾ എടുത്തിട്ട് വരാം. ഗായത്രി പുഴയാണ് ഒഴുകുന്നുണ്ട്. നല്ല അടിപൊളി ഗായത്രി പുഴയാണ്. യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഗായത്രി പുഴയാണിത്. അപ്പോൾ നമ്മൾ ലക്കിടി തടയണയിൽ നിന്ന് വരുന്നതാണ് ഈ ഗായത്രി പുഴയുടെ ഇത്. അതിനിപ്പം ഭാരതപ്പുഴയിലേക്ക് പോയി സംഗമിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഗായത്രി പുഴ ഒഴുകുന്നുണ്ട്. മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഗായത്രി പുഴ ഒഴുകുന്ന ആ ഒരു ഇത് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ചീരക്കുഴി
നിന്ന് വരുന്ന കനാല് പോകുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് നമുക്ക് അതിൻ്റെ വിഷ്വൽസ് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. ചീരക്കുഴി ഇവിടെ നിന്ന് നമ്മൾ നേരെ പള്ളം വരെയാണ് എത്തുകയെന്ന് പറഞ്ഞാൽ ഈ കനാല് പോകുന്ന റൂട്ട് പള്ളം, അതായത് നമുക്ക് ചെറുതുരുത്തി പള്ളം വരെയാണ് എത്തുന്നത്. ചെറുതുരുത്തി പള്ളത്തേക്കാണ് അല്ലെ, ചെറുതുരുത്തി പള്ളം ആ ഭാഗത്തേക്കാണ് ഈ വെള്ളം പൊക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദേശമംഗലം ഭാഗത്തേക്ക്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കനാലിൽ നിന്നുള്ള വെള്ളം നമുക്ക് യൂസ് ചെയ്യാം, ഇതിലത്തുള്ള യൂസ് ചെയ്യാം. അതേമാതിരി കനാലിൽ നിന്ന് നമ്മുടെ തൊടിയുടെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് അവിടെ തന്നെ നമുക്ക് ചെറിയൊരു തടയണ കാര്യങ്ങളൊക്കെ ഉണ്ട്. തടഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ഈ സ്ഥലത്തിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് നമുക്ക് വിടാം. അപ്പം നനയ്ക്കാനുള്ള പെട്ടെന്നുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്ക് അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഒരു ഏക്കറോളം സ്ഥലം വരുന്നുണ്ട്. 86 സെൻറ്റിൻ്റെ സ്ഥലത്തിൻ്റെ പൈസ മാത്രം നമുക്ക് കൊടുത്താൽ മതി. നിറയെ കായ്ക്കുന്ന തെങ്ങുകളെല്ലാം നമ്മൾ കണ്ട്, കവുങ്ങ് വരെയെല്ലാം കണ്ട്. ഇനി നമുക്കിതിൽ അതിരുകളിൽ കൂടി നമുക്ക് വേറെ മറ്റേ പല ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. അതേമാതിരി കുരുമുളകും നട്ടു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. നല്ലൊരു ഏരിയയാണ്, നല്ല ഗ്രാമീണ പശ്ചാത്തലമാണ്. നമ്മളിന്ന് കണ്ടേക്കുന്നത് 1 ഏക്കറോളം സ്ഥലമാണ്. നമുക്കിതിൽ ആദായത്തിൽ വന്നിട്ട് 86 സെന്റ് സ്ഥലമാണ്. നമുക്ക് ഒറ്റപ്പാലം ടൗണിൽ നിന്നും ഒരു ജസ്റ്റ് ഒരു 8 കിലോമീറ്റർ മാത്രം മാറി, പാറമേൽപ്പടിയിൽ നിന്നും ഒരു 500 മീറ്റർ മാത്രം മാറിയിട്ടുള്ള സ്ഥലത്തിന്റെ വിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ കൊണ്ടാഴി പഞ്ചായത്താണ്. പിന്നെ പാറമേൽപ്പടിയിൽ വന്നിട്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകൾ, അതേമാതിരി സ്കൂള്, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് എല്ലാം ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയാണ്. നമുക്കിവിടെ വിനായക ടെമ്പിളുണ്ട്. ഒരു ആലിൻ്റെ ചുവട്ടിലായിട്ട് വിനായക ടെമ്പിളാണ് കാണുന്നത്. അത് കൂടാതെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ 10-600 കവുങ്ങോളം നമ്മൾ പറഞ്ഞ് അത് കൂടാതെ നമുക്കൊരു 60ഓളം തെങ്ങുണ്ട്, നല്ല കായ്ക്കുന്ന തെങ്ങുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ കൂടി നമുക്ക് കുരുമുളക് കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നട്ടു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഏതയിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ സ്രോതസ് അവിടെ നമുക്ക് ഇതിൽ ഇത് വരുന്ന മറ്റേ തടയണ, നമുക്ക് മറ്റേ എന്തായാലും പറയുന്നത് ഇവിടെ തടയണയുണ്ട്. നമുക്കിപ്പോൾ ഈ പോകുന്നതും അതേമാതിരി പുറത്ത് നമുക്ക് പുഴയുണ്ട്. ഭാരതപ്പുഴയിലേക്ക് ഇത് ഒഴുകി പോകുന്ന പുഴയാണ്. പിന്നെ നമുക്കിതിൽ എല്ലാ സാധനങ്ങളും അവർ അത്യാവശ്യം നട്ടുണ്ടായിരുന്നു. കാപ്പി അപ്പുറത്ത് വന്നിട്ട് നമുക്ക് റംബൂട്ടാൻ കണ്ട്, അതേമാതിരി പേര കണ്ട്, പിന്നെ ഇലുമ്പാമ്പുളി, അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇനിയും നമുക്ക് നടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ സ്പേസും കാര്യങ്ങളും ഉണ്ട്. അതേമാതിരി ഇതിൽ വളമിടാൻ വേണ്ടി ടിപ്പർ എന്ത് വേണമെങ്കിലും ചെല്ലാൻ പറ്റുന്ന രീതിയിൽ, ട്രാക്ടറൊക്കെ ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയുള്ള വഴിയാണ്. എല്ലാ വണ്ടികളും നമുക്കിതിൽ ഈ ഫ്ലോട്ടിലേക്ക് വരും. പിന്നെ നമുക്കിതിൽ ഇതിൻ്റെ ഓണറിനെ പറയുന്ന തുച്ഛമായിട്ടൊരു വിലയാണ്. നമ്മുടെ ഇതിൽ ചാനലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.